ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. വിശുദ്ധരായ വൈദിക കൂട്ടായ്മയിൽ വന്ന് വചനം പങ്കുവെക്കുന്നത് ഒരു വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഒരു പുണ്യസ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള തീവ്രമായ ആഴമേറിയ ബോധ്യത്തോടു കൂടിയാണ് ഈ അൾത്താരയിൽ കരം വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന വചനങ്ങൾ മക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അഭിഷേക നിറവ് കൺവെൻഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വാക്യം ഇതാണ്. 7-ാം അധ്യായം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി അവൻ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്നിൽ നിന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നേറ്റ് പറയാമോ? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ, ഈ അഭിഷേക നിറവ് കൺവെൻഷനിൽ കർത്താവ് തരുന്ന ഒരു അഭിഷേക നിറവുണ്ട്, ഒരു നിറവുണ്ട്. എ ഫുൾനെസ്, എ പ്ലെനിറ്റ്യൂഡ് കർത്താവ് വാക്ക് തരിക. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പം അതിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വിഷയം, ഒരു നിറവിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ. മഴയാരാ പെയ്യിക്കുന്നേ? മഴയാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മഴ പെയ്ക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റാണ് മഴ പെയ്ക്കുന്നത്. മഴ പെയ്ക്കുന്ന ആരാ? ദൈവമാണ്. എന്തുകൊണ്ടാണ് മഴ പെയ്യിച്ചേ? എന്തുകൊണ്ടാണ് മഴ പെയ്യിക്കുന്നേ? എന്തുകൊണ്ടാണ് മഴ പെയ്യിക്കുന്നേ? വായ്. എന്തുകൊണ്ട്? കർത്താവിന് കരുണ തോന്നുന്നുണ്ട്. ദേശം വരണ്ടു പോകാതിരിക്കാൻ, ദേശം മരുഭൂമി ആകാതിരിക്കാൻ ദൈവം മഴ പെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേശത്ത് സമൃദ്ധി ഉണ്ടാവാൻ, ദേശത്ത് നിറവുണ്ടാവാൻ ദൈവം മഴ പെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന് മറ്റൊരു കാരണമില്ല. ദൈവത്തിന്റെ ഔദാര്യം, ദൈവത്തിന്റെ കാരുണ്യം, അതാണ് മഴ പെയ്യാൻ കാരണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ തരുന്ന വചനങ്ങളും ബോധ്യങ്ങളും എല്ലാം ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. തമ്പുരാൻ നിറച്ചു തരികയാണ്. നമ്മൾ ഇന്ന് ആദ്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന തിരുവചനം പരിശുദ്ധാത്മാവ് തന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറുദീസായെ പറ്റി പറയുമ്പോൾ, പറുദീസായുടെ സൃഷ്ടി കഴിയുമ്പോൾ തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം: തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൻ. അത് സ്വർണത്തിന്റെ നാടായ ഹാവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. ദൈവത്തിന്റെ നദി ഒഴുകുന്ന, ദൈവത്തിന്റെ പിഷോൺ നദി ഒഴുകുന്ന ദേശത്തിന്റെ പ്രത്യേകതയാണ് അവിടെ സ്വർണത്തിന്റെ നാടാണ്. ആ വെള്ളം എതിലേ ഒഴുകുന്നോ അവിടെയെല്ലാം സ്വർണമാണ്. അവിടെ ഉള്ളതെല്ലാം സുഗന്ധദ്രവ്യങ്ങളാണ്. വീണ്ടും അവിടെ കാണുന്നത്, തിരുവചനം പഠിപ്പിക്കാണ്, മേൽത്തരം പവിഴക്കല്ലുകളുമുണ്ട്. ദൈവമക്കളെ, ദൈവത്തിന്റെ ഒരു നദി ഒഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ നദിയുടെ പേരാണ് ഗിഷോൻ. അത് കുഷ് എന്ന നാടിനെ നനയ്ക്കുന്നു. 3-ാമത്തെ നദിയുടെ പേരാണ് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്നു. 4-ാമത്തെ യൂഫ്രട്ടീസ്. ഈ വലിയ നദി 4 നദികളായിട്ട് പിരിഞ്ഞൊഴുകും. നമ്മൾ അധികം വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നില്ല. പരിശുദ്ധ ജസ്റ്റ് അന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇതാ
തമ്പുരാൻ കർത്താവ് തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെടുവിക്കുക. ഹല്ലേലൂയ. ഏദനിൽ നിന്ന്, കർത്താവിന്റെ സ്വപ്നത്തിൽ നിന്ന്, കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നദി ഒഴുകുക ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിലേക്ക്, പർദീസായിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം ചെയ്യുന്ന ഒരു രീതിയായത്, ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. ദൈവത്തോട് ചേർന്ന് കിടക്കുന്ന, ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർന്ന് കിടക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം ഒരു നദി ഒഴുക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കുന്ന പുരോഹിതനിലേക്ക്, ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു സന്യാസിനിയിലേക്ക്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അമ്മയിലേക്ക്, ഒരു അപ്പനിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തിനെ പറ്റി നമുക്ക് ആഴമേറിയ ബോധ്യം വേണം. തമ്പുരാൻ സൃഷ്ടിച്ച, തമ്പുരാൻ തൊട്ട, തമ്പുരാന്റെ ദേശത്തിലേക്ക് തമ്പുരാൻ കർത്താവ് എന്നും എന്നും അനുഗ്രഹത്തിന്റെ നദി ഒഴുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ ഈ ഒരു 2-3 മാസമായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു ദൈവ പൈതലുണ്ട്. ഞാൻ പലതവണ പലയിടത്തും ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞ് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നു. എന്നെ വല്ലാതെ ഇന്ന് വെളുപ്പിനും എന്നെ ഇൻസ്പയർ ചെയ്തൊരു മനുഷ്യനാണ്. കത്തീഡ്രൽ ദേവാലയം തുറക്കുന്നതിന് മുമ്പ് ദേവാലയത്തിന് മുമ്പിൽ പള്ളിയിൽ കയറാൻ വേണ്ടി തിടുക്കം കൂട്ടി നിൽക്കുന്നൊരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഇതൊരു കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്. ആദ്യം പള്ളിയിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹം, പക്ഷേ ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ ഇയാളെനിക്ക് നിന്ന് വരും, ഞാൻ കയറിയിട്ട് ഇയാളകത്ത് കയറത്തുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പ്രത്യേകതരം രോഗപീഠ, ഇപ്പം ബോംബെയിൽ ടാറ്റ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ ദിവസങ്ങളിൽ ഡിസ്ചാർജ് ആയിട്ട് വരുമായിരിക്കും. ഒരു പ്രത്യേകതരം ക്യാൻസർ, ശരീരത്തിലെ എല്ലാ ഇന്റേണൽ ഓർഗൻസിനും ക്യാൻസർ. ഹല്ലേലൂയ. ആ സഹോദരി ഓർത്ത് നല്ലൊരു ഹല്ലേലൂയ പറയുമ്പോൾ പൂർണ്ണ സൗഖ്യം കൊച്ചിന് കിട്ടും. ഹല്ലേലൂയ. മകളെ, ഈ മകൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ സർജറി എല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാം ഓക്കെ ആയി, ഇപ്പം എല്ലാം വളരെ നോർമലായി. 2-3 ദിവസം ഡിസ്ചാർജ് ആവുക. ദൈവങ്ങൾ, ഈ ദൈവ പൈതൽ അവൻ അന്ന് മുതൽ ദൈവസന്നിധിയിലേക്ക് വരിക. തൻ്റെ ജീവിത പങ്കാളി രോഗിയായി ഇങ്ങനെ ചേട്ടത്തിയാണ് പുള്ളിക്കാരൻ്റെ, ആ പെൺകുട്ടിയുടെ ചേച്ചിയാണ് കൂടെ പോയി നിൽക്കുന്നത്. ഇദ്ദേഹം നാട്യത്തിന്, കാരണം എല്ലാവരും കൂടെ അവിടെ നിർത്തത്തില്ല. ഈ മനുഷ്യൻ ഇവിടെയാണ്. അന്ന് മുതൽ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് നല്ല കരുത്ത്. ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് വിഷമം, പക്ഷേ ഇദ്ദേഹത്തിന് കരുത്ത്. അത് ദൈവം നോക്കുന്നുണ്ട് വെച്ചാൽ, ദൈവം പരിഗണിക്കുന്നുണ്ട്. ഇദ്ദേഹം ഞങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം കൂടും. മോർണിംഗ് പ്രയർ, അച്ഛന്മാരുടെ പ്രാർത്ഥനയുണ്ട്, അതൊക്കെ ഞങ്ങൾ ചൊല്ലും, കൊന്ത ചൊല്ലും. അതിലെല്ലാം വന്ന് ഈ മനുഷ്യൻ കൂടുക. ഇത് മറ്റൊരു സഭാ വിഭാഗത്തിൽപ്പെട്ട ഒരു ദൈവവൈതലും കൂടിയാണ്. ദൈവം എന്നോട് പറയും, ഒരിക്കലും ഇല്ലാത്തൊരു കരുത്ത്, ഒരിക്കലും ഇല്ലാത്തൊരു ബലം, ഒരിക്കലും ഇല്ലാത്തൊരു പ്രത്യാശ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നു. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഞാൻ പലയിടത്തും പറഞ്ഞൊരു വാക്ക് ഇവിടെ ആവർത്തിക്കുകയാണ്. ഒരു പുരോഹിതനായി എനിക്ക് തോന്നാത്ത ഒരു അഭിഷേകം. കാരണം മോർണിംഗ് പ്രയർ ഡിവൈൻ ഓഫീസ് രാവിലെ മോർണിംഗ് പ്രയർ ചൊല്ലിക്കഴിയുമ്പം ഇംഗ്ലീഷ് ഭാഷയിലാണ് അത് ചൊല്ലുന്നത്. ആ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോൾ ഇദ്ദേഹത്തെ ഒന്നും പിടികിട്ടാൻ വഴിയില്ല. പുറയിലിരിപ്പുണ്ട്, ഞങ്ങളുടെ ആക്സെൻറ്റും എല്ലാം കൂടെ ആകുമ്പോഴത്തെ ഒന്നും പിടികിട്ടത്തില്ല. ഈ മനുഷ്യനെ വെച്ചാൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അഭിഷേകം ഒഴുകുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഒറ്റ ദിവസം ഇദ്ദേഹം ഇത് മുടക്കുന്നില്ല. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം ഒഴുക്കുന്ന ഒരു അഭിഷേക നദിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ തിരുവചനം പരിശുദ്ധാത്മാവ് പറഞ്ഞത് എസെക്കിയേൽ വായിച്ചോളാനാ പറയുന്നത്. എസെക്കിയേലിന്റെ പ്രവചനം 47-ാം അധ്യായമാണ്. എസെക്കിയേൽ 47. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിന്റെ വലതുഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതാ ദേവാലയത്തിന്റെ പൂമുഖത്ത് നിന്നും ഒഴുകുന്ന, ദേവാലയത്തിന്റെ അൾത്താരയിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയെ ഇതാ മനുഷ്യപുത്രൻ പ്രവാചകനായ എസെക്കിയേൽ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇതൊരു വലിയ യാഥാർത്ഥ്യം. എൻ്റെയും നിങ്ങളുടെ നീറുന്ന ജീവിതത്തിലേക്ക്, എൻ്റെയും നിങ്ങളെ തകർന്നടിഞ്ഞ ജീവിതത്തിലേക്ക്, എൻ്റെയും നിങ്ങളെ പാപം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം ഒരു നദി പോലെ ഒഴുകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും വാക്യങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് വായിക്കാം. അവൻ എന്നെ നടത്തി, മുന്നോട്ട് നടത്തി, 1000 മുഴം അളന്നു, അപ്പോൾ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പലതും വിട്ടു വായിക്കുകയാണ്. പിന്നീട് മുട്ടോളം വെള്ളമുണ്ടായി, പിന്നെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായി, പിന്നെ എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായി തീർന്നു.
വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു, നീന്താൻ വേണ്ടുന്നോളം ആഴമുണ്ടായിരുന്നു അതിന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഒരു കൃപയുടെ അഭിഷേകമുണ്ട്. ഈ ഒരു കൃപയുടെ അഭിഷേകം നിറവ് കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു നിറവ് ഇതുണ്ട് മക്കളെ. ആത്മാർത്ഥമായിട്ട് നീ നിന്റെ ജീവിതം നയിച്ചാൽ, ആത്മാർത്ഥമായിട്ട് ദൈവ വഴികളിലൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ, ദൈവ വൈതലെ നിന്റെ ജീവിതം വറ്റിപ്പോയ വരണ്ടു പോയൊരു ജീവിതമായിരിക്കില്ല. കണ്ണയോളം, മുട്ടോളം, അരയോളം, തോളോളം ഇതാ നീന്തി കടക്കാൻ മാത്രം പറ്റുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം ഒഴുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അഭിഷേകം എന്തുവാ? അഭിഷേകത്തിന് ഒറ്റ വാക്ക്, മറ്റൊരു വാക്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. അഭിഷേകത്തിന് മറ്റൊരു വാക്ക് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ സമം എല്ലാ അനുഗ്രഹങ്ങളും. ഞാൻ അങ്ങനെ പറയുന്നത്, പരിശുദ്ധാത്മാവേ സമം എല്ലാ അനുഗ്രഹം. പരിശുദ്ധാത്മാവ് എനിക്ക് പഠിപ്പിച്ചു തന്നെ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഇതാ, ഹല്ലേലൂയ. അതിനകത്ത് രോഗശാന്തിയുണ്ട്, അതിനകത്ത് മനസ്സിന്റെ ബലമുണ്ട്, അതിനകത്ത് ജീവിതത്തിലെ ഒരു വിജയമുണ്ട്, അതിനകത്ത് എനിക്ക് പ്രത്യാശയുണ്ട്, അതിനകത്ത് എനിക്ക് സ്വപ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് എനിക്ക് സമൃദ്ധിയുണ്ട്. ഹല്ലേലൂയ. ഇതാ പ്രവാചകൻ ഇന്ന് പഠിപ്പിക്കുക ദൈവമക്കളെ ഈ ദർശനം. എന്നിട്ട് തുടർന്ന് താഴോട്ട് വായിക്കുകയാണ്. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധം ഒരു നദിയായി തീർന്നു അത്. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ദൂതൻ, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചെല്ലുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധമാക്കുന്നു. വ്യാഖ്യാനിക്കുന്നില്ല, നമ്മൾ പോവുമ്പോട്ട്. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ്. പ്രധാനപ്പെട്ട വാക്കാണ്, വ്യാഖ്യാനിക്കുന്നില്ല. ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ടൊഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലങ്ങൾ അത് പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗത്തിനും ഉപകരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ തിരുവചന ഭാഗം വായിച്ചപ്പോൾ ഈ തിരുവചനത്തിന്റെ ഒരു വ്യാഖ്യാനം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഇതാണ്. നമ്മുടെ സഭാ ജീവിതത്തിന്റെ അനുഭവമാണ് ഈ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഈ നദി. ഹല്ലേലൂയ. ഈ നദിയുടെ ഇരു കരകളിലും ഇതാ വൃക്ഷങ്ങൾ, നല്ല മരുന്നിനുള്ള വൃക്ഷങ്ങൾ, ഇരുകരകളിലും പല വൃക്ഷങ്ങൾ വളരുന്നു. അവയുടെ ഇലകൾ വാടിക്കൊഴിയുന്നില്ല. വീണ്ടും തിരുവചനം ആദ്യം നമ്മൾ വായിച്ചു. അവയുടെ ഈ തീരങ്ങളിൽ വളരുന്ന ഇലകൾ മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും ഒഴുകുന്ന ഒരു നദിയെ പറ്റി ഇതാ എസെക്കിയേൽ പ്രവാചകൻ പറയുക. അതിന് ഇരുകരകളിലും ഫലവൃക്ഷങ്ങൾ, അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയില്ല. അവ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും പുത്തൻ ഫലം നൽകുന്നു. ഒരു വചനത്തിലേക്ക് കൂടെ നമ്മൾ നേരെ പോവുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 34-ഉം 35-ഉം തിരുവചനങ്ങളും കൂടെ നമുക്ക് ചേർത്ത് വായിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 34-ഉം 35-ഉം തിരുവചനങ്ങൾ. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഈശോയുടെ കാൽവരി കുരിശിൻ്റെ അനുഭവം യോഹന്നാൻ സുവിശേഷകൻ എഴുതുക. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ദൈവമക്കളെ, മറ്റൊരു നദിയുടെ കഥ പരിശുദ്ധാത്മാവ് സുവിശേഷത്തിൽ പറയുക. മറ്റൊരു ജീവനദിയുടെ കഥ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷത്തിൽ പറയുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ അത് വെള്ളം മാത്രമായിരുന്നില്ല, അതിൻ്റെ കൂടെ രക്തവും ഒഴുകി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നോട് അച്ഛന്മാർ പറഞ്ഞു തന്ന വിഷയം ഇതാണ്: കൂദാശകളിലൂടെ അഭിഷേക നിറവിലേക്ക്. കൂദാശകളിലൂടെ അഭിഷേക നിറവിലേക്ക്. ദൈവമക്കളെ, നമ്മൾ ആദ്യം കണ്ട ഏദനിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നദിയും
രണ്ടാമത് എസെക്കിയേലിൽ നമ്മൾ കണ്ട ഇതാ ദേവാലയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന 47-ാം അധ്യായം നമ്മൾ ദേവാലയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നദിയും ഇതാ ഇപ്പോൾ കാൽവരി കുരിശിൽ നമ്മൾ കാണുന്ന അവിടുത്തെ വിലാവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തവും തിരുജലവും നമുക്ക് വേണ്ടി ദൈവം ഒഴുക്കുന്ന കൂദാശയാണ്. ഹല്ലേലൂയാ. അവിടുത്തെ കൂദാശ തുടങ്ങുന്നത് ഏദനിൽ നിന്നാണ്. അവിടുത്തെ കൂദാശ തുടങ്ങുന്നത് തിരുവൽത്താരയിൽ നിന്നാണ്. അവിടുത്തെ കൂദാശ തുടങ്ങുന്നത് കർത്താവിന്റെ ചങ്കിൽ നിന്നാണ്. ഹല്ലേലൂയാ. ദൈവമക്കളെ, ഈ കൂദാശകളുടെ കരുത്തിതാണ്. കൂദാശകള് ഇതാ പിതാക്കന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു, സഭാ പ്രബോധനത്തിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സകല രഹസ്യങ്ങളും കൂദാശകളിലൂടെ വെളിപ്പെടുന്നു. എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാകുന്നു കൂദാശ. കൂദാശ സമം ക്രൈസ്റ്റ്. സാക്രമെന്റ് ഈസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവമക്കളെ, കൂദാശകളിലൂടെ ദൈവത്തിന്റെ ശക്തിയാ പ്രകടമാകുന്നത്. 7 കൂദാശകള്, 7 കൂദാശകളിലൂടെ ദൈവമക്കൾ എത്ര ഭാഗ്യപ്പെട്ട ഒരു ദൈവവൈദ്യനാണ് നീ എന്നിടയ്ക്കൊക്കെ ചിന്തിക്കണം. ഞാൻ തീർച്ചയായിട്ടും അടുത്ത കാലത്തെങ്കിലും ഞാൻ ധ്യാനിക്കുന്ന ഒരു വിഷയമാണ്, ഞാൻ എത്ര ഭാഗ്യമുള്ള ഒരു ദൈവവൈദ്യനാണ്. പൗരോഹിത്യം എന്ന പരിശുദ്ധ കൂദാശ സ്വീകരിക്കാൻ എൻ്റെ ദൈവം കണ്ട് വേർതിരിച്ച് ഒരുക്കി നീതീകരിച്ച് വിശുദ്ധീകരിച്ച് അവസാനം എൻ്റെ പൊന്നു തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്ന പൗരോഹിത്യം എന്ന കൂദാശയുടെ ശക്തി. ഹല്ലേലൂയ. അച്ഛൻ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. 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 മക്കളെ, ഓരോ കൂദാശയും ഓരോ അത്ഭുത ശക്തി. നമ്മൾ ഒരുപാട് സോഷ്യൽ കാര്യങ്ങളിൽ പങ്കെടുത്ത് നമുക്കിതിന്റെ ശക്തിയെ പറ്റി നമുക്ക് ഓർമ്മ. ഞാൻ പൗരോഹിത്യത്തിൽ തന്നെ തുടങ്ങാം. കൂദാശകൾ 7ആണ്. 7ാമത് പറയുന്ന വിവാഹം, തിരുപ്പട്ടം വിവാഹം. തിരുപ്പട്ടത്തെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങുക. കാരണം കൂദാശ ആദ്യം എൻ്റെ തൊട്ട് നിൽക്കുന്ന കൂദാശ ഞാൻ പറയണമല്ലോ. ഒരാഴ്ച മുമ്പ് ഈ അച്ഛന്മാരെ കാണാമെന്ന ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി വിമലേരി കത്തീഡ്രലിലും മരീന ആരാധനയ്ക്ക് വന്നു. ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞു വരിക. ഒരു നൈറ്റിയെ കെട്ടി ചേച്ചി പള്ളിയിൽ വരിക. ചേട്ടായി കൂടെയുണ്ട്. കൊണ്ടുവന്ന് ഇരുത്തി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? സ്ട്രോക്ക് വന്ന വെച്ചാൽ തളർന്നുപോയി. കൈതേ തളർന്ന് കിടക്കുന്ന കണ്ടോ, കാലിതേ കിടക്കുന്ന കണ്ടോ, കൊണ്ടുവന്നിരിക്കുക. ഞാൻ പറഞ്ഞു, ചേച്ചി കർത്താവ് കാണിക്കുന്നത് ചേച്ചി ഇങ്ങനെ കൈയൊക്കെ പൊക്കുന്നു കർത്താവിനെ സ്തുതിക്കുന്നതാണല്ലോ. ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എനിക്ക് മനസ്സിലായി, സുഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ കൈപൊക്കുന്ന സ്തുതിക്കാന്ന്. അപ്പോൾ മക്കളെ, ഞാൻ ഒട്ടും കൂട്ടുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എഴുന്നേക്കാൻ പറയുക കസേരയെന്ന്. അതുവരെ ഭർത്താവും മകളും ഒക്കെ പിടിച്ചുകൊണ്ട് കൊടുന്ന് ഇരുത്തിയ ചേച്ചി ചാടി എഴുന്നേക്കുക. ദൈവമക്കളെ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കൈ പൊക്കാന്നോ പറഞ്ഞു. അപ്പം പൊങ്ങത്തില്ല ചാന്നോ, പൊക്കാൻ യേശു നാമത്തിൽ പറയുന്നു ചേച്ചിയുടെ കൈ പൊങ്ങട്ടെ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, തളർന്നു കിടന്ന കൈ ഇതാ മുകളിലേക്ക് വരുന്ന ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ കണ്ടതാണ്. ഒരു 50 പേരും കൂടെ കൈയടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ കൂടാരത്തിന് വെളിയിലെത്തുന്നൊരു കയ്യടി പരിശുദ്ധാത്മാവിടെ അടുക്കലെത്തണമെങ്കിൽ കൂടാരത്തിന് അപ്പുറത്തുനിന്നൊരു കയ്യടി അടിച്ചേ. എന്ന് വെച്ചാൽ കൈ നോവുന്ന പോലെ കൈയടിക്കുന്നവര് കൈയടിച്ചാൽ മതി. ഹല്ലേലൂയാ. മക്കളെ, ഞാൻ എൻ്റെ അത്ഭുത പ്രവൃത്തി ഒന്നും പറഞ്ഞ് അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചേക്കല്ല. അങ്ങനെ ആരും തെറ്റി. കാരണം എൻ്റെ ചേട്ടൻ്റെ കൈ തളർന്നിട്ട് കൈ പൊക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അത്ഭുത ശക്തിയില്ല. എൻ്റെ ചേട്ടൻ്റെ കൈ തളർന്നിട്ട് ആ കൈപൊക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്ഭുത ശക്തി ഉണ്ടാകും ചേട്ടൻ്റെ കൈപൊക്കേനെ. ചേട്ടൻ്റെ കൈപൊക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അത്ഭുത ശക്തിയില്ല. But my priesthood has power. ഹല്ലേലൂയ. എൻ്റെ പൗരോഹിത്യത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് തന്നിരിക്കുന്ന കർത്താവിന്റെ അഭിഷേകം. തിരുവചനം നമ്മളെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലേ, ക്രിസ്തുവിന് ഉണ്ടായിരുന്ന ശക്തി ഇന്ന് പ്രകടമാകുന്നത് കൂദാശയിലൂടെ. ഹല്ലേലൂയ. 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 അതേ മക്കളെ, ക്രിസ്തുവിന്റെ ശക്തി പ്രകടമാകുന്നതാണ് കൂദാശകൾ. ഹല്ലേലൂയ. 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 നമ്മൾ പലപ്പോഴും ഇത് പൊതിഞ്ഞു കെട്ടി ഇതിന്റെ പവറിലേക്ക് നമ്മൾ വരുന്നില്ല. തീക്കനല് അത് ചാരത്തിനടിയിൽ അങ്ങനെ കിടന്ന് അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ തീക്കനൽ ജ്വലിച്ച് നിന്ന് കഴിഞ്ഞാൽ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ചൂട് പിടിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും ദൈവമക്കള് കൂദാശകളൊക്കെ ഇങ്ങനെ ചാരം പൂണ്ട് കിടക്കുക. കുർബാനയിലേക്ക് പലപ്പോഴും സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയുണ്ട്. സുവിശേഷ പ്രസംഗം കഴിയുമ്പോൾ ദൈവമക്കൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നൊരു കാഴ്ചയുണ്ട്. ദീപികാരന്റെ സ്വീകരണം കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ചയുണ്ട്. ദൈവമക്കള്, പിശാച് നമ്മളെ വല്ലാതെ ഉപയോഗിക്കുക. പിശാച് പുരോഹിതനെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അത് തന്നെ പറഞ്ഞു തുടങ്ങി. എന്നെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. ഇന്നലെ വിശുദ്ധ മഹാനായ ഗ്രിഗറി ഗ്രേറ്റിന്റെ വായനയായിരുന്നു. അച്ഛന്മാർക്ക് വായിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥന പുസ്തകത്തിലുള്ള വായന. ലൂക്കാസ് വിശേഷകന്റെ തിരുനാൾ ദിവസമുള്ള സെക്കൻഡ് റീഡിംഗ് ഈസ് ഫ്രം സെയിന്റ് ഗ്രിഗറി ദ ഗ്രേറ്റ്.
മാർപ്പാപ്പ പറയുന്നൊരു വാക്യമുണ്ട്, എനിക്കിട്ട് പറയുന്ന ഞാനിത് നിങ്ങളോട് പറയുന്നില്ല. ഒരുപാട് പേര് അച്ഛന്മാരുണ്ട്, പക്ഷേ ക്രിസ്തുവിൻ്റെ കാൽപ്പാടിൽ കാല് വെച്ച് നടക്കുന്ന അച്ഛന്മാർ കുറവാണ്. ക്രിസ്തുവിൻ്റെ ഞാൻ എൻ്റെ വാക്കൊന്നുമില്ല, ഇത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നതാ. ക്രിസ്തുവിന്റെ അഭിഷേകത്തിലേക്ക് വന്നിട്ടുള്ള പുരോഹിത തുലോ കുറവാണ്. ഹല്ലേലൂയ. മക്കളെ, അപ്പൊ പറഞ്ഞു, ഇന്നലെ വായിച്ചിട്ട് ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. വേറൊരു അച്ഛനെ അടുത്ത് വന്നു, റിട്ടയർ ചെയ്തൊരു വലിയച്ഛൻ. ഇന്നലെ വൈകുന്നേരം അത്താഴം കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇന്നലത്തെ നമ്മുടെ വായന ഭയങ്കരമായിരുന്നല്ലേ അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ? ഇതെൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാം. ഞാൻ പുണ്യാളനൊന്നുമില്ല, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീ പോലെ കത്തിക്കൊണ്ടിരിക്കുക. ഇത് തീക്കനലുകൊണ്ട് കുത്തുന്ന പോലെ എന്നെ കുത്തിക്കൊണ്ടിരിക്കുക. ക്രിസ്തു വിളിച്ച അനേകം പുരോഹിതർ, ഞാൻ പുസ്തകം കൊണ്ടൊന്നല്ലേ വായിച്ചു കേൾപ്പിക്കായിരുന്നു. ക്രിസ്തു വിളിച്ച അനേകം പുരോഹിതരുണ്ട്, പക്ഷേ അവന്റെ അടുത്ത് നടക്കുന്നവര് വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ. മക്കളെ, ഇതൊരു വലിയ സത്യവാദിയോ. ഞാനൊരു വാക്യം, ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് വലിയൊരു സത്യമാണ്. ഇതിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ ഓരോ കൂദാശ, നമുക്ക് എല്ലാ കൂദാശകളും എടുത്തു നോക്കാനുള്ള സൗകര്യമില്ല. പരിശുദ്ധാത്മാവ് പിന്നെ എന്നോട് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം എടുത്ത് പിടിച്ചോളാനാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം, നമുക്ക് കൂദാശകൾ തുടങ്ങാൻ പോവുക. 1-ാം അധ്യായത്തിൽ ജ്ഞാനസ്നാനം എന്ന കൂദാശയാണ്. ദൈവമക്കളെ, നീ ഒരു ദൈവ പൈതലായിട്ട് മാറുക. നിന്നെ കഴുകുന്നു, തുടയ്ക്കുന്നു, എണ്ണ പുരട്ടുന്നു, നിന്നെ പേര് വിളിക്കുന്നു, നിന്നെ ദൈവം സ്വന്തമാക്കുന്ന ഒരു വലിയ കൂദാശയാണ് ജ്ഞാനസ്നാനം എന്ന കൂദാശ. ഹല്ലേലൂയ. You become the child of God. ദൈവമക്കളെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, റോമാലേഖന അപ്പോസ്തലൻ, നീ അവകാശിയാ. You become an heir. നിനക്ക് അവകാശമുണ്ട്. അപ്പന്റെ സ്വത്തിന്റെ മേൽ നിനക്ക്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാല്, ഒരു ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തി എന്ന് പറഞ്ഞാല് അവന് വലിയ അവകാശങ്ങളുണ്ടെന്ന്. ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് ആരെങ്കിലും അവകാശം ചോദിക്കാൻ പോയിട്ടുണ്ടോ? അവകാശം ചോദിക്കാൻ പോയിട്ടുണ്ടോ? നമ്മൾ അപ്പൻ്റെ അടുത്ത് നിന്ന് അവകാശം ചോദിക്കും. അല്ലെങ്കിൽ സഹോദരങ്ങളെ, അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞ് സഹോദരങ്ങൾ അമ്മയും വെൽറ്റിച്ചാകാൻ തുടങ്ങും. ഈ തീർന്നു പോകുന്ന ഭൂമിക്ക് വേണ്ടിയിട്ട് എത്ര മക്കളാണ് കിടന്ന് കലകിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ടെന്ന്. ഒരു ദൈവവിശ്വാസി ആയതിന്റെ പേരിൽ, ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ പേരിൽ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ നിനക്കൊരു അവകാശമുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ഓരോ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ഇത് ജ്വലിപ്പിച്ചെടുക്കണം. നമുക്ക് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, എന്റെ കൈവപ്പ് വഴി നിനക്ക് കിട്ടിയിരിക്കുന്ന കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ അഭിഷേകമുണ്ട് ദൈവം. ജ്ഞാനസ്നാനത്തിന് അത് നമ്മൾ വളർത്തണം. ഏത് പ്രായമായിരുന്നാലും ശരി, എത്ര പ്രായമായാലും ശരി, അപ്പാന്ന് വിളിക്കണം. ദൈവത്തെ നോക്കി അപ്പാ എന്ന് വിളിക്കണം. നല്ല ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പതുക്കെ സ്വരം താത്ത് സ്വസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അവിടെ ഇരിക്കും. നീ ചങ്ക് പൊട്ടി അപ്പാന്ന് വിളിച്ചാല് അപ്പൻ ഇറങ്ങി വരും. അതേ മക്കള്, പിശാച് വല്ലാത്ത വേലത്തരങ്ങൾ, പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പിശാച് നമ്മളെ എങ്ങനെ തടസ്സപ്പെടുത്താന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പിശാച് എങ്ങനെ നമ്മളെ തടസ്സപ്പെടുത്താന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തുടർന്ന് 2-ാം അധ്യായത്തിലേക്ക് പോവാം. സമയക്കോവ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോവുക. 2-ാം അധ്യായത്തിൽ വിവാഹം എന്ന കൂദാശയെ പറ്റിയ കാനായിലെ വിവാഹ വിരുന്ന് വളരെ മനോഹരമാണ്. ദൈവമക്കളെ, ഈ 2-ാം അധ്യായം ഞാൻ ചുമ്മാ ഒന്ന് തിരിച്ചു നോക്കിയപ്പം 2-ാം അധ്യായത്തിൽ കുടുംബജീവിതവും, 21-ാം അധ്യായത്തിൽ പൗരോഹിത്യത്തെ പറ്റിയാണ്. യോഹന്നാൻ സുവിശേഷം എത്ര മനോഹരമായിട്ട് സുവിശേഷം. 2-ാം അധ്യായത്തിൽ കുടുംബത്തിൽ നിന്നാ മക്കളെ അച്ഛന്മാരുണ്ടാവണേ. കുടുംബത്തിൽ നിന്ന് അച്ഛന്മാരുണ്ടാവണേ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ആദ്യം എടുത്ത് കുടുംബത്തെ അങ്ങോട്ട് വെച്ചു. കുദാശകൾക്ക് 2 ക്രമമാണ്. നമ്മൾ ഈ ക്രമത്തിൽ പോകും. ബൈബിൾ സുവിശേഷത്തിൽ കിടക്കുന്ന ക്രമത്തിലേക്ക് നമുക്ക് പോകാം. 2-ാം അധ്യായത്തിൽ കുടുംബത്തിന് ക്രമം. ദൈവമക്കളെ, ദൈവം ഇറങ്ങുന്ന, ദൈവം പുണ്യപ്പെടുത്തുന്ന, ദൈവം അവകാശം തരുന്ന. ഞാനിവിടെ വന്ന ബിജിലച്ചൻ പറഞ്ഞുകൊണ്ടിരുന്ന തലമുറകളുടെ ശാപത്തെ പറ്റിയും കുടുംബങ്ങളെ പറ്റിയൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവ പൈതലേ, ഏത് അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാ. ഒരു വിശുദ്ധ പിതാവിന്റെയും വിശുദ്ധ മാതാവിന്റെയും കുഞ്ഞായിട്ട് ജനിക്കുന്നവൻ അവന് വിശുദ്ധനാകാതിരിക്കാൻ പറ്റില്ല. കതിരെ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല മക്കളെ. എന്നോർക്കുക, നമ്മൾ ഇന്നൊരു യാത്രയാണ്. ഇന്ന് തിരിച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സായാഹ്നത്തിൽ ഒരു പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, വിശുദ്ധ അഗസ്ത്യൻ വിശുദ്ധനായത് മോനിക്ക എന്ന പുണ്യവതി, ആ അമ്മ പുണ്യവതിയുടെ കാരണം കൊണ്ടാ. അവൻ വഴിപിഴച്ചു പോയി.
അവൻ കാലഘട്ടത്തിന്റെ രീതിക്ക് പോയി. പക്ഷേ ഈ പുണ്യവതിയുടെ, ഈ അമ്മയുടെ, ഈ മോണിക്ക അമ്മയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ചുകൊണ്ടിരുന്നു. ഈ അമ്മയുടെ മകൻ വഴിതെറ്റാൻ പാടില്ല. അമ്പോസ് പറഞ്ഞു, ഈ കണ്ണീരിന്റെ അമ്മയുടെ കുഞ്ഞ് ഒരിക്കലും നശിച്ചു പോവില്ല. ഒച്ചത്തിലു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഒച്ചത്തിലു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ മക്കളെ, നിങ്ങൾ വിശ്വസിച്ച് വചനം കേൾക്കുമ്പോൾ വിശ്വസിച്ച് കേട്ടോ. നിങ്ങൾ വചനം വിശ്വസിച്ച് കേട്ടോളൂ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് അച്ഛൻ വിജയച്ചമാർത്തിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അച്ഛന്റെ വായിൽ കൂടെ പറയിപ്പിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, നമുക്ക് ആ വചനത്തിലേക്ക് പെട്ടെന്നൊന്ന് കടന്നു പോകാം. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ, 3-ാം ദിവസം ദൈവപൈതലേ, ഈ വചനം കേട്ടു അനേക കുടുംബങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബത്തിൽ ഓരോ ദിവസവും ഒരു 3-ാം ദിവസം അനുഭവം, ഒരു ഉത്ഥാന അനുഭവം. ബിഗിൻ ദ ന്യൂ ഡേ വിത്ത് ഈസ്റ്റർ. പ്രഭാതത്തിൽ ഒരു ഉത്ഥാനത്തിന്റെ അനുഭവം തരും. കുടുംബത്തിൽ രാവിലെ കരച്ചിലും നിലവിളി ആയിരിക്കല്ലോ മക്കളെ. കുടുംബത്തിൽ രാവിലെ എഴുന്നേറ്റോളം ഒച്ചപ്പാടും ബഹളവും ആയിരിക്കല്ല. കുടുംബത്തിൽ ആകപ്പാട് നീ രാവിലെ ഉണരുമ്പോൾ ഒരു തിരി കത്തിച്ചു വെച്ച് ദൈവത്തിന് ഹല്ലേലൂയ പറയുന്ന, സ്തോത്രം പറയുന്ന ഒരു ഈസ്റ്റർ പ്രഭാതം നിനക്കുണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈസ്റ്ററിന് പുത്തൻ തീ കത്തിച്ച് പുത്തൻ തീയും പുത്തൻ വെള്ളവും ഒക്കെ വെഞ്ചരിച്ച് കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ. കുദാശ ശുശ്രൂഷയുടെ ഭാഗമാണല്ലോ. ദൈവ പൈതല്, ഞാൻ നിങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ചലഞ്ച് ചെയ്യുക. നമ്മുടെ കുടുംബം, ഞാൻ എൻ്റെ പൗരോഹിത്യ, ഞാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു തിരി കൊളുത്തി വെച്ച്, അച്ഛന്മാർ ഞങ്ങൾ ഒത്തിരി ഫേവർ എടുക്കുന്നവരാണ്. അതൊക്കെ പാവപ്പെട്ട മനുഷ്യർ. നോ, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം ഇപ്പോഴിതാ. ഈ പൊന്നുമക്കള്, പാവപ്പെട്ട മക്കള്, ഈ പാവപ്പെട്ട അമ്മച്ചിമാര് ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടി നീ ചെയ്തില്ല, നീ സ്വർഗത്തിന്റെ വാതിൽക്കൽ പോലും എത്തുകയല്ലെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞു തരുന്നത്. മക്കളൊരു പുരോഹിതനായ ഞാനും എൻ്റെ മുറിയിൽ ഞാൻ തിരി കത്തിക്കാറുണ്ട്. ഒരു ചെറിയ തിരി രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ മേശപ്പുറത്ത് ഞാൻ കത്തിച്ചു വെക്കും. അതെനിക്ക് ഈസ്റ്ററാണ്. ഈ ദിവസം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ പ്രകാശിക്കേണ്ട ദൈവത്തിന്റെ അടയാളമാണ് കൂദാശയാ വെളിച്ചം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 3-ാം ദിവസം നമുക്ക് പലപ്പോഴും പറ്റുന്ന, നമ്മൾ പലപ്പോഴും ദുഃഖ വെള്ളിയാഴ്ച കിടക്കുക, ഒറ്റ കൊടുക്കുന്ന പെസഹ വ്യാഴത്തിൽ നമ്മൾ ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുക, ഇരുട്ടത്ത് ഇറങ്ങിപ്പോകുന്ന ആ അനുഭവത്തിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, കുടുംബ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഈസ്റ്ററിന്റെ അനുഭവമായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കണ്ണീരില്ല മക്കളെ, കണ്ണീരിന് കാരണമുണ്ട്. പക്ഷേ അവൻ കാണുന്ന ദൈവത്തെയാ. കഴിഞ്ഞ ആഴ്ചയിൽ സെനാനിസ് വായിച്ച വചനം ജ്ഞാനത്തിന്റെ പുസ്തകമായിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തിരുവചനം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതാ നിങ്ങൾ കളങ്കമെന്നിയെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ. 1-ാം അധ്യായത്തിൽ ആദ്യത്തെ 5 വാക്യം, അതിൻ്റെ ഒരു കൊച്ചു വാക്യം എൻ്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുന്നൊരു വാക്യമാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴും, ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴും, ജീവിതത്തിൽ തകർച്ച വരുമ്പോഴും, ദാറ്റ് ഷുഡ് നോട്ട് ബി അവർ കോൺസെൻട്രേഷൻ. അതായിരിക്കല്ലേ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. നമ്മുടെ ശ്രദ്ധാകേന്ദ്രം കർത്താവായിരിക്കണം. ഈ പ്രതിസന്ധിക്ക് മുകളിൽ, ഈ കടലിന് മുകളിൽ നടക്കാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന്. ഹല്ലേലൂയ.